അടുത്ത പരീക്ഷണത്തിനായി ഞങ്ങളുടെ കയ്യിൽ 1 ബില്യൺ ഓർബീസ് ഉണ്ട്. അത് ധാരാളമാണ്. ഞങ്ങൾ താരിഖിന്റെ കാർ ഹെലികോപ്റ്ററിൽ നിന്നും താഴേക്കിറക്കി ഓർബീസ് വീഴ്ചയുടെ പവർ കുറയ്ക്കുമോ എന്ന് നോക്കാം. കാര്യം ഇതുവരെ താരിഖിനോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ആ ക്യാമറ എനിക്കൊന്ന് തരൂ. ഇവിടെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അതെന്റെ കാറാണ്. നിർത്ത്, അതെന്റെ കാറാണ്. ഈ ഐപാഡ് കണ്ടോ? പാർക്കിംഗ് സ്ഥലത്തുള്ളത് നിങ്ങളുടെ കാറാ. സത്യത്തിൽ ഞാൻ ഇന്ന് എന്റെ കാർ നേരത്തെ പാർക്ക് ചെയ്തു. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം ഒരു ഹെലികോപ്റ്റർ അത് എടുത്തു. അതെ, ശരിയാ. എനിക്ക് ജിമ്മിയെ അറിയാം. അവൻ അത് താഴ്ത്താൻ പോവുകയാണ്. അത് മുകളിലോട്ട് പോട്ടെ. ഇത് ശരിക്കും ഭ്രാന്താ. കുറച്ചുകൂടി ഉയർത്തി പോട്ടെ. അങ്ങനെ അവിടെ തന്നെ. അത് കൊള്ളാം. 3, 2, 1. No. ഇത് നിർത്ത്. കാർ താഴേക്ക് ഇട്ടോളൂ. സ്റ്റോപ്പ്. അസുഖമായിരുന്നു. അതൊരു കൃത്യമായ ലാൻഡിംഗ് ആയിരുന്നു. ആ കാർ പാരലൽ പാർക്ക് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇതായിരുന്നു. താരിഖിന്റെ കാർ രക്ഷപ്പെട്ടു എന്ന് നമുക്ക് നോക്കാം. ഗേറ്റുകൾ തുറക്കൂ. ഓ മൈ ഗോഡ്. ഇതെല്ലാം കൂടി പുറത്തേക്ക് പോവാണല്ലോ. അടിപൊളി. തിരിച്ചു വരരുത്. അവിടെ ഒരു കാറുണ്ട്. അതാണ് എന്റെ കാർ. അത് കണ്ടില്ലേ? നോക്കി. നിങ്ങളുടെ ബമ്പർ ഒന്ന് ശ്രദ്ധിക്കേ. അത് എന്റെ മേലെ തട്ടിയിട്ടാണ് പോയത്. നോ മൈ ബേബി. ഇത് ശരിക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗം നിങ്ങൾക്ക് ആവശ്യമൊന്നുമില്ല. ഇത് വളരെ കഠിനമാണ്. ഇതിന്റെ മറ്റൊരു ഭാഗം എന്താണെന്നാൽ ഇത് താരിഖിന്റെ കാർ ആയിരുന്നില്ല എന്നതാണ്. പാർക്കിംഗ് ലോട്ടിൽ നിന്നും അവന്റെ കാർ എടുത്ത് ആളൊഴിഞ്ഞൊരു മൈതാനത്തിന്റെ നടുവിൽ ഉപേക്ഷിച്ചു. എന്നിട്ട് അവന്റെ കാറിനെ പോലെ മറ്റൊരു കാർ എടുത്ത് അതാണ് ഞങ്ങൾ ആ ഓർബീസിൽ ഉപേക്ഷിച്ചത്. എന്താ ഇവിടെ സംഭവിക്കുന്നത്? സത്യത്തിൽ ഇത് എന്റെ കാറല്ല. അല്ല, ഇത് നിന്റെ കാറിന്റെ പകർപ്പാണ്. നിന്റെ കാർ അവിടെ മൈതാനത്തുണ്ട്.